പറഞ്ഞ പോലെ തന്നെ ആയിട്ടോ. ഏട്ടൻ വന്നപ്പോൾ എൻ്റെ ഒരുക്കൊന്നും കഴിഞ്ഞില്ല കേട്ടോ. ഏട്ടൻ പിന്നെ വിളിച്ച് പറഞ്ഞിരുന്നു ഒരു 4:30 ആകുമ്പോഴേക്കും റെഡി ആവണേ. ഞങ്ങൾ അങ്ങാടിപ്പുറം വഴിയാണല്ലോ വീട്ടിലേക്ക് പോവാം. അപ്പോൾ അവിടെ പൂരം നടക്കുന്നതുകൊണ്ട് അമ്പലത്തിലൊന്ന് കയറിയിട്ട് വേണം പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ അവസാനം വെച്ച് ധൃതി വയ്ക്കുന്നതുകൊണ്ട് ഞാൻ എന്തെങ്കിലും മറന്നിട്ടാട്ടോ പോവുക. ഈ ധൃതി വയ്ക്കുന്ന ശീലം മാറ്റിയിട്ട് ഒന്ന് സാവധാനത്തിൽ ഒരുങ്ങി പോയിക്കൂടെയാണ് അമ്മ എന്നും ചോദിക്കും കേട്ടോ. ഇന്നും അമ്മ ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കൂട്ടിന് ഏട്ടനും കൂടെ ഉണ്ടായാൽ പിന്നെ പറയണ്ടല്ലോ, രണ്ടാളും കൂടെ എന്നെ നല്ലോണം തിന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ദേഷ്യമാണ് ഇപ്പോൾ ഏട്ടൻ്റെ മുഖത്ത് വണ്ടി ഓടിക്കുമ്പോൾ കാണുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണമാണ് നാളെ. അപ്പോൾ വീട്ടിൽ എന്നെ ഇറക്കിയിട്ട് വേണം ഏട്ടൻ അതിനും പോകാൻ. അപ്പോൾ ഇതെല്ലാം കൂടെ ഈ സമയത്തിനുള്ളിൽ നടക്കും വേണം. ഇന്നാണെങ്കിൽ അങ്ങാടിപ്പുറത്ത് നല്ല ബ്ലോക്ക് വരുന്നു കേട്ടോ. പാർക്കിംഗ് ഏരിയയ്ക്ക് എത്താൻ കുറച്ച് പണിപ്പെട്ടു. സാധാരണ ദിവസം തന്നെ ഇവിടെ വന്ന് തൊഴുകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. പക്ഷെ ഇന്നുണ്ടല്ലോ ഒരു വരി നിൽക്കാതെ ഞങ്ങൾക്ക് പെട്ടെന്ന് തൊഴുകാൻ പറ്റിയിട്ടോ. അത് മാത്രമല്ല കേട്ടോ, ദേവി ഒരുപാട് നേരം നിന്ന് തൊഴുകാനും കാണാനും പറ്റിയിട്ടോ. എന്തൊരു ചൈതന്യമായിരുന്നു അറിയോ കാണാൻ. ഒരു യൂട്യൂബർ എന്ന നിലയിൽ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്ക് കുറച്ച് കണ്ടന്റുകൾ ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ചാക്യാർകൂത്ത് നടക്കുന്നതും സംഗീത കച്ചേരി നടക്കുന്നതും കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുക്കാൻ പോയതാണ്. അപ്പോൾ എൻ്റെ കെട്ടിയനും കുട്ടീനും പിന്നെ കാണാതെ ആയിട്ടോ കുറച്ച് സമയത്തിന്. ഞാൻ വീഡിയോ എടുത്ത് നടക്കുമ്പോൾ അവരെൻ്റെ പിന്നാലെ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ മുന്നിൽ നടന്നത്. വീഡിയോ ഒക്കെ എടുത്ത് തിരിഞ്ഞപ്പോഴാണ് അവരെ കാണാൻ കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ വിദൂരത്തേക്ക് നോക്കി നിന്നപ്പോൾ ഒരു സ്ഥലത്ത് അവരിങ്ങനെ ഒളിച്ച് നിൽക്കുന്ന കണ്ടുട്ടോ. പണ്ടത്തെ ഞാനാണെങ്കിൽ ഒന്ന് പേടിച്ചിരുന്നു കേട്ടോ. കാരണം എനിക്ക് അന്ന് ഈ അമ്പലം എന്താണ് പോലും അറിയില്ലായിരുന്നു. കേട്ടറിയോ മാത്രമുള്ള ഒരു അമ്പലമായിരുന്നു. ഇന്ന് ഏട്ടൻ്റെ കൂടെ കൂടിയിട്ട് ഈ അമ്പലത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടും എല്ലാ വർഷവും പൂരത്തിന് ഏട്ടൻ കൊണ്ടുവരും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നല്ല പരിചയം. അപ്പോൾ അടുത്തിരിക്കുന്ന ഒരു ടീം എന്തൊക്കെയോ പ്രസാദമൊക്കെ കൊടുത്തിട്ട് അതും കഴിച്ച് അവിടെ ഇരിക്കുകയാണ് ഇവർ. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ സൈഡിക്ക് ഒരു വലിവുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, അല്ലുട്ടൻ കടയ്ക്ക് വലിക്കുകയാണ്. അവസാനം ഒരു കാറ് വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇത്തവണ പൂരപ്പറമ്പെന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങി കഴിച്ചില്ല. ഏട്ടൻ നല്ല മന്തി മേടിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വാങ്ങാതെ പോന്നിട്ട് വെങ്ങാടെത്തുമ്പോൾ വാങ്ങാന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. പക്ഷെ എന്താ അറിയില്ല, കട തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ തന്നെ കൂൾബാർ കണ്ടപ്പോൾ അവിടെ നിന്ന് ഷവർമ വാങ്ങി കഴിച്ചിട്ടോ. കുറേ ആയി ഷവർമ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷവർമയ്ക്ക് കേട്ടോ. വീട്ടിലേക്ക് വരുന്ന കാര്യം സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അമ്മമ്മ ചോറൊന്നും വെച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാട്ടോ അത് കഴിക്കുന്നത്. സർപ്രൈസ് ആയിട്ട് എത്തുമ്പോൾ രസമാണല്ലോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം ഏട്ടൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണാൻ. ടാറ്റാ, ബൈ, സീ യു.